അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പുതിയതായിട്ട് മേടിച്ച ട്രക്ക് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ സ്കെയിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എങ്ങനെ മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. ആൻഡ് ഇതൊരു ക്യാരവാൻ സെറ്റപ്പ് പോലെ അകത്ത് എന്താ പറയുക കുറച്ച് ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ബെഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സെറ്റപ്പുള്ളൊരു ട്രക്കാണിത്. നമ്മുടെ CID മ്യൂസിക് ധാരാളം പ്രത്യേകമുള്ളൊരു വണ്ടിയാണ് ഈ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അത് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. സോ യൂഷ്വലി എല്ലാ ഡൈകാസ്റ്റ് മോഡൽ പോലെയും ഇതിൻ്റെ ഡോർസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഡോർസ് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇന്ത്യയിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണുന്നത് മൊത്തം പൊടിപടലങ്ങളാണ്. കാരണം ആ കടയിൽ ഇതൊരൊറ്റ പീസുള്ളായിരുന്നു. അത് ഇരിക്കാൻ തുടങ്ങേണ്ട വർഷങ്ങളായി. ഞാനാണ് ഈ ഒരു മോഡൽ ആദ്യമായിട്ടും അവസാനമായിട്ടും മേടിച്ചത്. ഇനി ഇതിവിടെ വരുമെന്ന് തോന്നുന്നില്ല. സോ അപ്പോൾ ഇതിൻ്റെ ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനൊരു പ്രത്യേകത കൂടെ. പിന്നെ ഹെഡ് ഇതുപോലെ ഒടിച്ച് മടക്കി വെക്കാൻ പറ്റും. ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ റോഡിൽ കാണുന്ന സമയത്ത് ഞാൻ ഓർത്തുന്നു ഈ ലോറി വല്ല ആക്സിഡൻറ്റ് ആയതാണോ എന്നൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്. പിന്നെയാണ് ഇതിൻ്റെ സെറ്റപ്പ് ഇങ്ങനെയാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒടിച്ച് വെക്കാനും പറ്റും. ഇവിടെ ഒരു മാഗ്നറ്റ് ആണെന്ന് തോന്നുന്നു. ഇത് അങ്ങോട്ട് വെച്ച് പറഞ്ഞാൽ ഇവിടെ ലോക്കാവും. എന്തോ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഈ ട്രക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എൻ്റെ വിരലിൻ്റെ അടുത്തിരിക്കുന്ന ഈ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കിനും ഇതിൻ്റെ റൂഫും ഈ കാണുന്ന ഡോറും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കണ്ടോ, റൂഫ് ഓപ്പൺ ആയി വരും. അതുപോലെ ഇവിടെ നിന്നൊരു എന്താ പറയുന്നത് ഡോർ ഓപ്പൺ ആകും. അതിനകത്ത് കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സോഫയും സീറ്റും കാര്യങ്ങളും ടേബിളും ഐസ് ക്യൂബൊക്കെ ഇടുന്ന ഐറ്റംസൊക്കെ കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റെയർ ഉണ്ട്, അകത്തോട്ട് കയറാൻ വേണ്ടിയുള്ള സ്റ്റെയർ ഉണ്ട്. സോ ഇവിടെ നോക്കിയാൽ ഗ്ലാസ്സാണ്, അപ്പോൾ നമുക്കെല്ലാം കാണാൻ പറ്റും. അകത്ത് ഇതുപോലെ സോഫയും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ക്യാരവാൻ സെറ്റപ്പ് പോലെയാണ് ഈ വണ്ടി കൊടുത്തിട്ടുള്ളത്. ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ സ്പേസിൽ നമുക്ക് ബൈക്ക് ഓഫ് റോഡ് ബൈക്കൊക്കെ വെക്കാൻ വേണ്ടിയുള്ള സ്പേസാണ്. പക്ഷേ ഈ ഒരു സ്റ്റാൻഡ് ഇതിന് ഒടിഞ്ഞു പോയി. അത് ആ കടയിരിക്കുമ്പോൾ തന്നെ ഒടിഞ്ഞു പോയതാണ്. സോ എന്തായാലും വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. സോ അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ടെയിൽ ലൈറ്റ് എല്ലാം കത്തും. പിന്നെ ഇതിൻ്റെ അകത്തൊരു ബ്ലൂ ലൈറ്റ് കത്തും. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ മജോറിറ്റിൻ്റെ ചെറിയ ട്രക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ട്രെയിലറൊക്കെ ഊരി വെക്കാം കേട്ടോ. അത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ഒരു ട്രക്ക് മേടിച്ചപ്പോൾ തന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു വലിയ ട്രക്ക് മേടിക്കണം എന്നുള്ളത്. സോ അങ്ങനെയാണ് ഞാൻ ആ ട്രക്കിലേക്ക് എത്തിയത്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ കളക്ഷനിലോട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. നൊമാഡിസൺ ട്രക്കെന്നോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ട്രക്കെന്നോ മെറ്റൽ ട്രക്കെന്നൊക്കെ അടിച്ച് കഴിഞ്ഞാൽ കുറേ വണ്ടി അവൈലബിൾ ആയി. ഇതുപോലത്തെ ഇതും അവൈലബിൾ ആവും. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി മേടിച്ച ഇതിൻ്റെ പ്രൈസിൻ്റെ പകുതിയും കൂടെ കൂടുതലാണ് ആ വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് ഊഹിക്കാൻ പറ്റുമായിരിക്കും. സോ വില അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.